തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തോമസ് മഞ്ഞളി എന്ന അച്ഛൻ സഭയെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ്: സഹനമുണ്ടായിട്ടും വളരുന്ന സഭയല്ല നമ്മുടെ സഭ, സഹനങ്ങളിലൂടെ വളരുന്ന സഭയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചവരൊക്കെ സ്വന്തം ജീവിതത്തിലെ കുരിശുകൾ എടുത്തുകൊണ്ട് ആ ജീവിതത്തിൽ വന്ന സഹനങ്ങളെ മുഖമുദ്രയാക്കിയവരാണ്. ഒരു വ്യക്തി ക്രിസ്തുവിനെ പ്രതി സഹിക്കുമ്പോൾ അവനോടൊത്ത് സഭയും സഹിക്കുന്നുണ്ട്, മുറിവേൽക്കുന്നുണ്ട്, ക്രൂശിക്കപ്പെടുന്നുമുണ്ട്. ക്രിസ്തുവിലും ക്രിസ്തുവിനെ പ്രതിയും ഏറ്റെടുക്കുന്ന സഹനവും ത്യാഗവും നമ്മെ മഹത്വത്തിലേക്ക് നയിക്കുന്ന ശരികളാണ്. മഹത്വം വിലപ്പെട്ടതാണെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന സഹനവും വിലപ്പെട്ടതല്ലേ? നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന കുരിശുകളിൽ ക്രൂശിതൻ്റെ മുഖമുണ്ട്. അത് തള്ളിക്കളയുമ്പോൾ കുരിശിനെ മാത്രമല്ല, സഹനങ്ങളെ മാത്രമല്ല, മറിച്ച് ക്രൂശിതനെ നമ്മൾ തള്ളിക്കളയുകയാണ്. പറഞ്ഞു വരുന്നത്, ഇതെല്ലാം ജീവിതത്തിലെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിലും ഇത്തരം തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകണം. കുരിശുകൾ തിരഞ്ഞെടുക്കുവാൻ. കുടുംബത്തിനായി മാതാപിതാക്കൾ ചെയ്യുന്ന ത്യാഗങ്ങൾ, യുവാക്കൾ തങ്ങളുടെ നല്ല ഭാവിക്കായി എടുക്കുന്ന ചില തീരുമാനങ്ങൾ, അഴിമതി ഒഴിവാക്കി സത്യസന്ധത പാലിക്കുന്ന തൊഴിലിടങ്ങൾ, ക്ഷമയിലൂടെ പ്രതികാരം ഒഴിവാക്കി പരസ്നേഹത്തിൽ കഴിയുന്ന സമൂഹങ്ങൾ, പരസ്പര ഐക്യത്തിലൂടെയും ബഹുമാനത്തിലൂടെയും കൂട്ടിയുറപ്പിക്കപ്പെടുന്ന ബന്ധങ്ങൾ, ഇവയെല്ലാം സന്തോഷമായാലും സങ്കടമായാലും സഹനമായാലും സ്വീകരിക്കാനുള്ള ചില തിരഞ്ഞെടുപ്പുകളാണ്. വിശുദ്ധമായ തിരഞ്ഞെടുപ്പുകൾ.